മനിതർ ഉണർന്നു കൊള്ളുകേ, ഇത് മനിതർ കാതലല്ലേ. അതെ, തമിഴ്നാട്ടിൽ ട്രെൻഡായി കഴിഞ്ഞിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ്, ചരിത്രത്തിൽ ഇടം നേടുന്ന മലയാള സിനിമയുടെ വളർച്ച. തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിനും സിനിമയേക്കാൾ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ട്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വിഭിന്നമാണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം. ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, കേരളത്തിലെ രാഷ്ട്രീയത്തിലൊരു പ്രത്യേകതയുണ്ട്. മുക്കിലും മൂലയിലും പ്രചരണവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ ഒട്ടിക്കും. പല വീടുകളുടെയും മതിലുകളിൽ അന്യായമായി വിവിധ പാർട്ടികളുടെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്ന രീതിയിലൊക്കെ പലരും ചെയ്യാറുണ്ട്. പക്ഷേ ആൾതാമസം ഇല്ലാത്ത വീടുകൾ, അല്ലെങ്കിൽ അവിടെ കൃത്യമായി ആളുകൾ വന്നു പോകുന്നില്ല, അങ്ങനെയുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെയുള്ള മതിലുകൾ, അങ്ങനെയുള്ള വീടുകളുടെ മതിലുകളിൽ കേരളത്തിൽ എവിടെ നോക്കിയാലും വിവിധ സ്ഥാനാർത്ഥികൾ, ഇത് ഏത് പാർട്ടിയെന്നൊന്നുമില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ വരെ പോസ്റ്ററുകൾ ഒട്ടിച്ചു വയ്ക്കാറുണ്ട്. പക്ഷേ ഈ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ഫ്ലക്സ്, ബാനർ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇവിടെ ഒരു വലിയ ട്രെൻഡ് വന്നിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ മക്കൾ പറയുന്നത്. മക്കൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വോട്ടർമാർ, ഇവിടുത്തെ ജനങ്ങൾ അവർ പറയുന്നത് വിവിധ പാർട്ടികളുടെ ഇലക്ഷൻ സ്ട്രാറ്റജി വ്യത്യസ്തമാണ് തമിഴ്നാട്ടിൽ എന്നാണ്. അതായത് ഇവിടെ സോഷ്യൽ മീഡിയ വഴിയുള്ള ഇലക്ഷൻ ക്യാമ്പയിനിങ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്. സോഷ്യൽ മീഡിയ വഴിയുള്ള ഇലക്ഷൻ ക്യാമ്പയിനിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് യൂട്യൂബ് ആയിരുന്നാലും, ഫേസ്ബുക്ക് ആയിരുന്നാലും, ഇൻസ്റ്റാഗ്രാം ആയിരുന്നാലും, എക്സ് ആയിരുന്നാലും, അത്തരത്തിൽ റീൽസിൻ്റെ കാര്യത്തിലായിരുന്നാലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഷ്യൽ മീഡിയ യൂസേജ്, ഹൗ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് മിസ് ജഡ്ജ്മെൻറ്റ്, അതാണ് ഇവിടെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. ആളുകൾക്ക് ദോഷം പറ്റാത്ത രീതിയിൽ, ആളുകൾക്കൊരു മനസ്സുണ്ടാക്കാത്ത രീതിയിൽ, അത് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എങ്ങനെ സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഉപയോഗിക്കാം, ദാറ്റ് ഈസ് ഓൾ. ഇവിടെ അതാണ് തമിഴ്നാട്ടിലെ മക്കൾ എൻക്വയറി ചെയ്യുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ അവർ വർഷങ്ങളായിട്ട് ഇവിടെ നടത്തി വരുന്ന, അല്ലെങ്കിൽ ഒരു റിസർച്ച് മോഡിൽ തന്നെ കണ്ടുപിടിക്കുന്ന വിഷയമെന്ന് നമുക്ക് പറയേണ്ടി വരും. തമിഴ്നാടിൻ്റെ ജനങ്ങൾക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക് ലിറ്ററസി റേറ്റ് നമ്മൾ കേരളത്തിൽ നോക്കി അറിയാം, തമിഴ്നാടിനേക്കാൾ വളരെ വളരെ കൂടുതലാണ്. എന്നിട്ട് പോലും കേരളത്തിലെ ഇലക്ഷൻ പൊളിറ്റിക്കൽ പാറ്റേൺ എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നമുക്കറിയാം, ഈ ഫ്ലക്സും ബാനറും തോരണങ്ങളും ഇതൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. കേരളത്തിൽ എവിടെ ചെന്നാലും അത് തമിഴ്നാട്ടിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ കോയമ്പത്തൂരിൽ നടന്നു പോയപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാഴ്ച, ഇവിടെ അണ്ണാമലൈ മത്സരിക്കുന്നു, DMK സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, അതുപോലെ തന്നെ ADMK സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ഇവരുടെ ആരുടെയും പോസ്റ്ററുകളോ അല്ലെങ്കിൽ പാംഫ്ലെറ്റുകളോ ഒന്നുമല്ല ഇവിടുത്തെ പ്രധാന വിഷയം. ഇവിടുത്തെ ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കാൻ അവർക്ക് അവരുടേതായ രീതികളുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. മൈക്ക് പ്രസംഗം, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് സന്ദേശം അയക്കാൻ ലൗഡ് സ്പീക്കർ വഴിയുള്ള പ്രസംഗമൊക്കെ നടത്താറുണ്ട്. പക്ഷേ അത് ഒഴിച്ചു നിർത്തിയാൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മുക്കിലും മൂലയിലും പോസ്റ്ററുകൾ ഒട്ടിക്കുന്ന രീതി വളരെ ഇല്ല എന്നല്ല, താരതമ്യേന കുറവാണ്. അത് തമിഴ്നാടിൻ്റെ ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇങ്ങനെ ഇലക്ഷൻ നടക്കുന്ന ഇന്ത്യയിലെ ചില സ്ഥലങ്ങളുണ്ട്. എന്ന് വെച്ചാൽ തമിഴ്നാടിൻ്റെ ഇലക്ഷൻ ഒട്ടും കുറവില്ല. നമ്മൾ ആലോചിക്കണം, 39 സീറ്റാണ് ഉള്ളത് തമിഴ്നാട്ടിൽ, കേരളത്തിൻ്റെ 2 ഇരട്ടിയോളം എന്ന് വേണമെങ്കിൽ പറയാം. അതും പോണ്ടിച്ചേരിയും കൂടെ ചേർന്ന് 40 സീറ്റുകൾ. പോണ്ടിച്ചേരിയിലും DMK സഖ്യം ഇക്കുറി വിജയിക്കാനുള്ള എല്ലാ തീവ്രമായ സാധ്യതകളുമുണ്ട് എന്ന് കൽപ്പിക്കപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം ഇത്തരത്തിൽ ഒരു വികസനത്തിലേക്കാണോ ആ രാഷ്ട്രീയം പോകുന്നത്? ഒരുപക്ഷെ ഇവിടുത്തെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുന്നതെന്നറിയില്ല, പൊളിറ്റിക്കൽ പാർട്ടീസിന് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നറിയില്ല. ഏത് പാർട്ടി ആയിരുന്നാലും, സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറയുന്ന DMK കോൺഗ്രസ് സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യ മുന്നണി ആയിരുന്നാലും, NDA ആയിരുന്നാലും, BJP ആയിരുന്നാലും, AIDMK ആയിരുന്നാലും, ഫ്ലക്സുകളും പോസ്റ്ററുകളും താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കുറവാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി ആളുകളോട് ചോദിച്ചു. ഇവിടെ വന്ന് താമസിക്കുന്നവരോട്, ചെന്നൈയിലുള്ള വന്ന് താമസിക്കുന്ന ഒത്തിരി ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, പാറ്റേൺ മാറിക്കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാടിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ പാറ്റേൺ മൊത്തത്തിലൊരു ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ അപ്രോച്ചാണ് ഇത്തരത്തിൽ ഇവിടുത്തെ തമിഴ് മക്കൾ കാണിക്കുന്നത് എന്ന് തന്നെ പറയുകയാണ്. ആൻഡ് കണ്ടിപ്പാக ഇവരുടെ ഒരു രഹസ്യം എന്തെന്നാൽ, ഇത്തരത്തിൽ ജനങ്ങൾക്ക് നല്ലതെന്താണെന്ന് അറിയാം, അതിന് ഒരുപാട് കൊട്ടിക്കൊഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കറിയാം,
തെരഞ്ഞെടുപ്പ് 19-ാം തീയതിയാണ്. ചൂട് പിടിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൻ്റെ അപ്പുറമായി ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു, എങ്ങനെയായിരിക്കും തമിഴ്നാട് വിധിയെഴുതുന്നത്, കാത്തിരുന്ന് കാണാം.